നീതിമാനാകും മാർയൗസേപ്പിതാവേ, തിരുക്കുടുംബത്തിൻ പാലകനേ. നീതിമാനാകും മാർയൗസേപ്പിതാവേ, തിരുക്കുടുംബത്തിൻ പാലകനേ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. വിശുദ്ധ യൗസേ പിതാവിന്റെ നിർമ്മല ഹൃദയ പ്രതിഷ്ഠ 10-ാം ദിവസം. വിശുദ്ധ യൗസേ പിതാവ് പൂർവ്വപിതാക്കന്മാരുടെ പ്രകാശം. വാഴ്ത്തപ്പെട്ട വില്യം ജോസഫ് ഷാമിനാഥെ പറയുന്നു: ദൈവത്തിന്റെ തെരഞ്ഞെടുക്കപ്പെട്ടവരുടെയും എല്ലാ ക്രൈസ്തവ വിശ്വാസികളുടെയും പൂർവ്വപിതാവേ എന്ന് വിശുദ്ധ യൗസേ പിതാവിനെ വിളിക്കാൻ ഞാൻ എത്ര അധികമായി ഇഷ്ടപ്പെടുന്നു. നമ്മുടെ ആത്മീയ വീണ്ടെടുപ്പിന്റെ രഹസ്യങ്ങളിൽ മഹത്തായ പങ്കുവഹിച്ച വിശുദ്ധ യൗസേ പിതാവിന് ഈ ആരാധ്യമായ വിശേഷണം എങ്ങനെ നമുക്ക് കൊടുക്കാതിരിക്കാനാകും? പഴയ നിയമത്തിലെ എല്ലാ പൂർവ്വപിതാക്കന്മാരും മുൻകൂറായി കണ്ടതും എല്ലാ ക്രിസ്തീയ പിതാക്കന്മാരോടും ധ്യാനിക്കാനായി വിളിക്കപ്പെട്ടിരിക്കുന്നതും വിശുദ്ധ യൗസേ പിതാവിൻ്റെ പിതൃത്വത്തിലൂടെ കത്തിജ്വലിക്കുന്ന ദൈവത്തിൻ്റെ പിതൃത്വപരമായ പ്രകാശമാണ്. ക്രിസ്തു കഴിഞ്ഞാൽ എല്ലാ പൂർവ്വപിതാക്കന്മാരിൽ വെച്ച് ഏറ്റവും മഹാനായവൻ വിശുദ്ധ യൗസേ പിതാവാണ്. അവൻ എല്ലാ പിതാക്കന്മാരിലും മഹോന്നതൻ തന്നെ. വാഴ്ത്തപ്പെട്ട വില്യം ജോസഫ് ഷാമിനാഥെ കൂട്ടിച്ചേർത്ത് പറയുന്നു: പഴയ നിയമത്തിലെ എല്ലാ പൂർവ്വപിതാക്കന്മാരുടെയും വിശുദ്ധിയെ അനുസ്മരിക്കുക. തലമുറകളായി കടന്നുവന്ന് ദൈവപുത്രനിൽ പര്യവസാനിക്കുന്ന യാക്കോബിന്റെ ഗോവണിയെ ഭാവനയിൽ നമുക്ക് കാണാം. അബ്രാഹത്തിന്റെ വിശ്വാസം എത്ര മഹനീയമാണ്! ഇസഹാക്കിന്റെ അനുസരണയും ദാവീദിന്റെ ധൈര്യവും സോളമന്റെ ജ്ഞാനവും എത്ര മഹനീയമാണ്! ഈ വിശുദ്ധരെക്കുറിച്ച് നിങ്ങൾ മഹനീയമായ അഭിപ്രായം രൂപീകരിച്ച ശേഷം വിശുദ്ധന്മാരുടെയും രാജാക്കന്മാരുടെയും പ്രവാചകന്മാരുടെയും തലവനായ വിശുദ്ധ യൗസേ പിതാവ് ഈ ഗോവണിയുടെ തലപ്പത്താണ് എന്ന് ഓർക്കുക. അവൻ അബ്രാഹത്തേക്കാൾ കൂടുതൽ വിശ്വസ്തനും ഇസഹാക്കിനേക്കാൾ കൂടുതൽ അനുസരണയുള്ളവനും ദാവീദിനേക്കാൾ ഔദാര്യവാനും സോളമനേക്കാൾ ജ്ഞാനിയുമാണ്. ഒറ്റ വാക്കിൽ തൻ്റെ കരങ്ങളിൽ ഉറങ്ങുന്ന ഈശോയോട് അവൻ വളരെ അടുത്തായിരിക്കുന്നത് പോലെ അവൻ കൃപയിലും മഹോന്നതനാണ്. വിശുദ്ധ യൗസേ പിതാവ് പ്രകാശത്തിൻ്റെ പിതാവിൻ്റെ പ്രതിബിംബമാണ്. പ്രകാശമില്ലാതെയുള്ള സൃഷ്ടി അന്ധകാരത്തിലായിരിക്കും. പുതിയ നിയമത്തിൽ ക്രിസ്തുവിൽ പിതാവ് ഒരു സൃഷ്ടി നടത്തുകയാണ്. പിതാവ് തൻ്റെ ദൈവിക ജീവനും സ്നേഹവും പ്രകാശവും നമ്മുടെ ഹൃദയങ്ങളിൽ ക്രിസ്തുവിലൂടെ സ്ഥാപിക്കുന്നു. ദൈവത്തിൻ്റെ അത്ഭുതമഹമായ ഈ പദ്ധതിയിൽ വിശുദ്ധ യൗസേ പിതാവും അവൻ്റെ പിതൃത്വവും വലിയ പങ്ക് വഹിക്കുന്നുണ്ട്. പ്രകാശത്തിൻ്റെ പിതാവായവൻ്റെ പരിപൂർണമായ പ്രതിബിംബമാണ് അവൻ. അവൻ ക്രിസ്തുവിൻ്റെ പ്രകാശം സ്വീകരിക്കുവാൻ നമ്മെ സഹായിക്കുന്നു. അവൻ പ്രകാശത്തിൻ്റെ വാഹകനാണ്. ലോകത്തിൻ്റെ യഥാർത്ഥ പ്രകാശമായ ഈശോയെ അവൻ നമുക്ക് തരുന്നു. പൂർവ്വപിതാക്കന്മാരുടെ പ്രകാശം സാത്താനെ ഭയചകിതനാക്കുന്നു. സാത്താൻ വിശുദ്ധ യൗസേ പിതാവിനെയും അവൻ്റെ പ്രകാശത്തെയും വെറുക്കുന്നു. ലൂസിഫർ എന്ന വാക്കിൻ്റെ അർത്ഥം പ്രകാശവാഹകൻ എന്നാണ്. അവൻ ദൈവത്തോടുള്ള അനുസരണക്കേടും തൻ്റെ തന്നെ അഹങ്കാരവും മൂലം പ്രകാശം നഷ്ടപ്പെടുത്തിയപ്പോൾ നിത്യമായ അന്ധകാരത്തിൽ ഇപ്പോൾ ജീവിക്കുകയും പ്രകാശത്തെ വെറുക്കുകയും ചെയ്യുന്നു. സാത്താൻ നിന്റെ ആത്മീയ പിതാവിനെ ഭയപ്പെടുന്നു. എന്തെന്നാൽ വിശുദ്ധ യൗസേ പിതാവ് മാംസത്തിൻ്റെയും രക്തത്തിൻ്റെയും എളിമയുള്ള സൃഷ്ടിയും പ്രകാശത്തിൻ്റെ പിതാവായവൻ്റെ പരിപൂർണമായ പ്രതിബിംബവുമാണ്. വിശുദ്ധ യൗസേ പിതാവ് യഥാർത്ഥത്തിൽ നിത്യമായ പ്രകാശവാഹകനും പിതാവായ ദൈവത്തിൻ്റെ പ്രതിരൂപവുമാണ്. ഈശോയും മറിയവും കഴിഞ്ഞാൽ സാത്താൻ വെറുക്കുന്ന മനുഷ്യൻ വിശുദ്ധ യൗസേ പിതാവല്ലാതെ വേറെ ആരുമല്ല. അവനോട് ചേർന്ന് പ്രകാശത്തിൽ നമുക്ക് നടക്കാം. ബെനഡിക്ട് 16 പാപ്പ ഇങ്ങനെ പറയുന്നു: ഞാൻ പ്രോത്സാഹനത്തിൻ്റെ ഒരു പ്രത്യേക വാക്ക് അപ്പസ്തോലന്മാർക്ക് വേണ്ടി കൂട്ടിച്ചേർക്കാൻ ആഗ്രഹിക്കുന്നു. അങ്ങനെ അവർ വിശുദ്ധ യൗസേ പിതാവിനെ തങ്ങളുടെ മാതൃകയാക്കട്ടെ. മനുഷ്യപുത്രനെ സംരക്ഷിച്ചവനെ അവരുടെ പിതൃത്വത്തിൻ്റെ ആഴമേറിയ അർത്ഥങ്ങളെക്കുറിച്ച് അവരെ പഠിപ്പിക്കാനാകും. ദൈവിക പ്രകാശത്തിൽ ജീവിക്കാൻ വിശുദ്ധ യൗസേ പിതാവ് നമ്മെ ഓരോരുത്തരെയും സഹായിക്കുന്നു. നീ പ്രകാശത്തിൻ്റെ ശിശുവാണ്. നമുക്കും പ്രകാശത്തിൻ്റെ മക്കളാകാം. അതിനായി നമ്മെ തന്നെ നിർമ്മല ഹൃദയത്തിലേക്ക് പ്രതിഷ്ഠിക്കാം. അനുദിന പ്രാർത്ഥനകൾ നമുക്ക് പ്രാർത്ഥിക്കാം.
എല്ലാവരെയും ദൈവം സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആവേ മരിയ, ആവേ ജോസഫ്. എന്റെ രക്ഷകന്റെ അപ്പാ കരുതേണമേ, കാക്കേണമേ. നീതിമാനാകും മാർയൗസേ പിതാവേ, തിരുക്കുടുംബത്തിൻ പാലകനേ. നീതിമാനാകും മാർയൗസേ പിതാവേ, തിരുക്കുടുംബത്തിൻ പാലകനേ. കഥനങ്ങളേറുമെൻ ജീവിതയാത്രയിൽ കനിവോടെ എൻ കരം പിടിക്കണമേ. കഥനങ്ങളേറുമെൻ ജീവിതയാത്രയിൽ കനിവോടെ എൻ കരം പിടിക്കണമേ. അപ്പാ എന്റെ രക്ഷകന്റെ അപ്പാ കരുതേണമേ, കാക്കേണമേ. അപ്പാ എന്റെ രക്ഷകന്റെ അപ്പാ